ഹലോ മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ. അതായത് നമ്മുടെ കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ കാർഷിക മേഖല നിശ്ചലാവസ്ഥയിലാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. അന്ന് നിലവിലുണ്ടായിരുന്ന ജമീന്ദാരി സിസ്റ്റം നമ്മുടെ കാർഷിക മേഖല തകരാൻ ഒരു കാരണമായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പോയിന്റ് ആണ് ലോ ലെവൽ ഓഫ് ടെക്നോളജി. അന്ന് ഒരു രീതിയിലുള്ള ടെക്നോളജിയും കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല, അതിനുള്ള സാഹചര്യവും അവർക്ക് ഉണ്ടായിരുന്നില്ല. തേർഡ് പോയിന്റ് ആണ് നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അന്ന് വളങ്ങളുടെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. ആൻഡ് ഫോർത്ത് പോയിന്റ് ആണ് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. പ്രോപ്പർ ആയിട്ടുള്ള ജലസേചന സൗകര്യങ്ങൾ, പമ്പ് സെറ്റുകൾ ഒന്നും അന്ന് കൃഷിയിടങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അടുത്തതാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഫുഡ് ക്രോപ്സിൽ നിന്നും ക്യാഷ് ക്രോപ്സിലേക്കുള്ള മാറ്റവും നമ്മുടെ കാർഷിക മേഖല തകരാൻ ഒരു കാരണമായിട്ടുണ്ടായിരുന്നു. അവസാനത്തെ പോയിന്റ് ആണ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. നമ്മുടെ ഇന്ത്യ പാർട്ടീഷൻ നടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ വളക്കൂറുള്ള ഒരു ഭൂരിഭാഗം ലാൻഡും പാകിസ്ഥാനിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ കാർഷിക മേഖല അന്ന് നിശ്ചലാവസ്ഥയിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഓണം എക്സാമിന് വരാൻ പോകുന്ന ചോദ്യമായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.